കഴിഞ്ഞ ദിവസം സംഭവിച്ച വിമാനാപകടത്തിന്റെ കത്തിയെരിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മളൊക്കെ ഒന്നടങ്കം ഞെട്ടിയിരുന്നു. ഒന്നടങ്കം ഞെട്ടിയ ആ ദൃശ്യങ്ങൾക്ക് പിന്നാലെ വന്ന മറ്റൊരു ദൃശ്യം എല്ലാവരുടെയും കരള് അലിയിപ്പിച്ചു. പാറുക്കുട്ടിയുടെ കരച്ചിൽ, അമ്മ നഷ്ടമായി എന്ന വേദന തിരിച്ചറിയുമ്പോഴുണ്ടായ കരച്ചിൽ. പക്ഷെ അപ്പോഴും അവൾ വിശ്വസിച്ചില്ല. അമ്മയ്ക്ക് എന്തോ അപകടം മാത്രമാണ് പറ്റിയിരിക്കുന്നത്. അമ്മ തിരിച്ചു വരും, അമ്മ വീണ്ടും തനിക്ക് ഉമ്മ തരും, അമ്മ തൻ്റെ തലയിൽ തലോടും, അമ്മ തന്നോടൊപ്പം ഇനിയും ഉണ്ടാകും. പക്ഷേ അവളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കി അവളുടെ അമ്മ ഇന്നില്ല. പാറുവിൻ്റെ സങ്കടം കണ്ടു നിൽക്കാനാകുന്നില്ല. സ്കൂളിൽ നിന്ന് വന്ന കുഞ്ഞിനോട് പറഞ്ഞത് അമ്മയ്ക്കൊരു അപകടം പറ്റി എന്ന് മാത്രമാണ്. വീട്ടിലെ ഫോൺ ശബ്ദിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സ് കരുതിയത് ആശുപത്രി കിടക്കയിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് വിളിക്കുകയാണ് എന്നാണ്. ഫോൺ പാറുവിനും തരണേ, പാറുവിന് അമ്മയോട് മിണ്ടണം. എന്നാൽ ആ കുഞ്ഞു മനസ്സിനെ എങ്ങനെ സമാധാനിപ്പിക്കും എന്ന ആശങ്കയിലായിരുന്നു രഞ്ജിതയുടെ മരണവാർത്ത അറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തിയവർ. കരഞ്ഞു തളർന്ന അമ്മൂമ്മയും സഹോദരനും പാറുവിനെ കെട്ടിപ്പിടിച്ചു. അമ്മയ്ക്കൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ആളുകൾ, പാറു ചോദിച്ചു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന പാറുവിന്റെ സങ്കടം ആർക്കും കണ്ടു നിൽക്കാനായില്ല. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് കോഞ്ഞോൺ വീട്ടിൽ രഞ്ജിത ജി നായരുടെ ഇളയ മകളാണ് പാറു. രാത്രി വൈകും വരെയും അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസിയുടെ ഒപ്പം അവൾ ഇരിക്കുകയായിരുന്നു. രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടനും തകർന്നു പോയിരുന്നു.